ഭീഷ്മർ ജീവൻ മുക്തനായി കഴിഞ്ഞിരിക്കണു. അദ്ദേഹം പറയണേ, സമധിഗതോസ്മി വിദൂത ഭേദമോഹ. തൻ്റെ ഭേദഭാവന പോയി കഴിഞ്ഞു മനസ്സിൽ നിന്നും. സകല ശരീരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ആത്മസ്വരൂപനിൽ മനസ്സുറച്ചു അദ്ദേഹത്തിൻ്റെ. തം ഇമം അഹം അജം ശരീരഭാജാം ഹൃദിഹൃദിഷ്ഠിതം ആത്മകൽപ്പിതാനം. പറയണു, അവനെ ഞാനിത് ആശ്രയിക്കണു. അവനാരാ? ആ പരമാത്മ. അവനാണ് ഇവൻ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കൃഷ്ണൻ. ആ കൃഷ്ണനാണ് അഹം 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 എന്ന രൂപത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സദാ സ്ഫുരിച്ചുകൊണ്ട് പ്രകടമായിക്കൊണ്ടിരിക്കുന്ന അജനായ ആത്മസ്വരൂപം. ആ ആത്മസ്വരൂപനായ ഭഗവാനെ ശരീരമുള്ളവരുടെ മുഴുവൻ ഉള്ളിൽ, ശരീരമുള്ളവരുടെ മുഴുവൻ ഉള്ളിൽ ഞാനെന്ന ആ സ്ഫുരണത്തിന്, ആ ചിന്തയ്ക്ക് ആസ്പദമായി, ആശ്രയമായി എല്ലാവരുടെയും ഹൃദയത്തിൽ വിരാജിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമാത്മ ഏകൻ, ആ ഭഗവാനിൽ ഭേദബുദ്ധിയകന്ന് എൻ്റെ മനസ്സ് ചേർത്തിട്ടാണ് ഭീഷ്മർ ശരീരത്തെ ഉപേക്ഷിക്കുന്നത്. ഒരു സൂര്യൻ സകലരുടെ കണ്ണുകളെയും പ്രകാശിപ്പിക്കുന്നത് എങ്ങനെയോ? അനേകം കണ്ണുകളുണ്ടെങ്കിലും ഒരു പ്രകാശമുള്ളൂ സൂര്യൻ്റെ. ഇതുപോലെയാണ് ഒരേ ഒരു പരമാത്മ ഭഗവാൻ എൻ്റെയും നിങ്ങളുടെയും സകല ജീവികളുടെയും ഹൃദയത്തിൽ അന്തര്യാമി സ്വരൂപേണ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അതറിഞ്ഞവന് പിന്നെ ഈ ശരീരബോധമില്ല, പിന്നെ ശരീരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതായ ഭേദഭാവനയും ഞാൻ എൻ്റെ എന്നുള്ള അഹന്താ മമതകളുമില്ല. ഇതെല്ലാം നീങ്ങി. അങ്ങനെയുള്ള ആ ഭീഷ്മർ ഇന്ദ്രിയങ്ങളെ മനസ്സിനെ മനസ്സാക്ഷിയായ ആ ശ്രീകൃഷ്ണ തത്വത്തിലും മനസ്സിനെ സമർപ്പിച്ചു, വിലയിച്ചു. അങ്ങനെ അദ്ദേഹം ശരീരത്തെ ഉപേക്ഷിച്ചു. ആകാശത്തുനിന്ന് ദേവന്മാരുടെ വാദ്യങ്ങളും പുഷ്പവർഷമുണ്ടായി. അവിടെ കൂടിയുന്ന ഭക്തന്മാർ മുഴുവനും ആ ഭീഷ്മരുടെ മാഹാത്മ്യത്തെ വാഴ്ത്തി. അങ്ങനെ ജീവിതം മുഴുവൻ ഭഗവാന് സമർപ്പിച്ച് ജീവിച്ച ആ മഹാത്മാവിൻ്റെ മാഹാത്മ്യം ലോകത്ത് ഭഗവാൻ പ്രകാശിപ്പിച്ചു. ഇനി ഇവിടെയല്ല ഈ ഭക്തൻ്റെ മഹിമ ഭഗവാൻ പറയണത്. ഏകാദശത്തിൽ ഉദ്ധവൻ ഭഗവാനോട് ധർമ്മത്തെക്കുറിച്ച് ഉപദേശിക്കണമെന്ന് പറയും. അപ്പോൾ ഭഗവാൻ പറയണമെന്തറിയോ? അന്ന് ഭാരത യുദ്ധാനന്തരം ആ ധർമാധർമ്മങ്ങളെ ചിന്തകളെക്കുറിച്ച് വ്യാകുലചിന്തനായി ധർമ്മപുത്രൻ. അന്ന് അദ്ദേഹത്തിന് സംശയം തീർക്കാൻ ഞാൻ ദേവവ്രതൻ്റെ അടുത്തേക്ക് കൂട്ടിയിട്ട് പോയി. അന്ന് അദ്ദേഹം പല ധർമ്മങ്ങളും ഉപദേശിക്കണം. ഞാനും അവിടുത്തെ ഇരുന്ന് കേട്ടിരുന്നു. ദേവവ്രതമുഖാൽസുതം ഭീഷ്മരന്ന് ഉപദേശിച്ച ആ ധർമ്മം ഞാൻ കേട്ടിട്ടുണ്ട്. അത് അങ്ങേക്ക് ഉപദേശിച്ചു തരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. തൻ്റെ ഭക്തനെ എത്ര വലിയ ആളാക്കിയാലും മതിയാവാത്ത ആളാണ് ഭഗവാനെ. പക്ഷേ അതുപോലെയുള്ള സമർപ്പണ ഭക്തി ഉണ്ടാവണം നമുക്ക്. ആ ഭക്തി കിട്ടിയ എന്താ കിട്ടാത്തത്? ഭാഗവതം പറഞ്ഞില്ലേ? ഭാഗവതം ഈ ഭക്തിയിലൂടെ ജ്ഞാനവൈരാഗ്യങ്ങളെ നേടാനുള്ള മാർഗം പറയാനെത്തും. ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങൾ മൂന്നുണ്ടെങ്കിലും മുൻതൂക്കം ഭക്തിക്കുക. സുഗമവും സുലളിതവുമായിട്ടതായ ആ ഭഗവത് സമർപ്പണ മാർഗത്തെ സ്വീകരിച്ചാൽ കുന്തി ആ ഭക്തിയിലൂടെ ഭഗവാന്റെ തത്വമറിഞ്ഞ് മുക്തരായി. ഈ ഭീഷ്മരും ഇങ്ങനെ ഓരോ മഹാന്മാരുടെയും കഥകൾ ഇനി വഴിക്ക് പറയും. അതിനുശേഷം മരിച്ചുപോയ ആൾക്കാരുടെ ശവസംസ്കാര ക്രിയകളൊക്കെ ചെയ്യിച്ചു. ബന്ധുജനങ്ങളുടെ വിയോഗ ദുഃഖമൊക്കെ ഭഗവാൻ ഉപദേശം കൊടുത്ത് എല്ലാവരെയും സമാധാനിപ്പിച്ചു. അതിനുശേഷം ദ്വാരകയിലേക്ക് ഭഗവാൻ തിരിച്ചെഴുന്നള്ളിയെന്നാണ്. കൃഷ്ണൻ അങ്ങനെ പോയിരിക്കുന്ന സമയം. ഈ സമയത്താണ് ഇവിടെ ചോദ്യം എന്തായിരുന്നു? 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം വ്യാസമഹർഷി ഭാഗവത രചിക്കാണ്ടായ കാര്യം, പിന്നെ ശുകം പഠിക്കാണ്ടായ കാരണം, പരീക്ഷത്തിൻ്റെ പ്രായോപവേശത്തിൻ്റെ കാരണം. അതിന് പരീക്ഷത്ത് ജനിച്ചിട്ടില്ല, പരീക്ഷത്തിന് ജനിപ്പിക്കാൻ പോണേ ഉള്ളൂ. പരീക്ഷത്തിൻ്റെ കഥയിലേക്ക് വരാൻ പുറപ്പെട്ടപ്പോഴാണ് ഇത്രയും കഥകളൊക്കെ പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ കുന്തി വന്നു, ഭീഷ്മർ വന്നു. മഹനീയ കഥാപാത്രങ്ങളുടെ അത്ഭുത ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞൂടെ. ഇനി പരീക്ഷത്ത് ഭൂജാതനായത് പറയാം. പാണ്ഡവന്മാരുടെ വംശം നിലനിർത്താൻ കുലതന്തുവായിട്ട് പിറന്നവനാണ് ഈ പരീക്ഷത്ത്. ആ കുട്ടി ജനിച്ച ഉടനെ ധാരാളം ദാനധർമ്മങ്ങൾ, പൂജാദികൾ, ബ്രാഹ്മണർക്ക് പശുദാനം, വസ്ത്രദാനം, സ്വർണ്ണദാനം എന്ന് വേണ്ട അന്നദാനം പലതും ചെയ്തു ധർമ്മപുത്ര മഹാരാജാവ്. അതിനുശേഷം ജ്യോതിഷികളൊക്കെ വിളിച്ച കുട്ടിയുടെ ജാതകമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഫലമൊക്കെ പറയണം എന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് പേരിട്ടത് എന്താ പേരിട്ടത്? വിഷ്ണുരാധൻ. രാധൻ എന്ന വാക്കിനർത്ഥം ദത്തൻ, കൊടുത്തവൻ എന്നർത്ഥം. ദാ കൊടുക്കുക എന്നർത്ഥം. വിഷ്ണുവിനാൽ കൊടുക്കപ്പെട്ടവൻ, തൻ്റെ വംശം നിലനിർത്താൻ വേണ്ടി ഒരു കുട്ടിയെ കൊടുത്തു. പക്ഷേ ഈ കുട്ടിയെ പിന്നെ ആൾക്കാർ പറഞ്ഞത് പരീക്ഷിതെന്നാണ്. അതെന്താ? ഈ കുട്ടിക്ക് പരീക്ഷിക്കലൊരു സ്വഭാവമായിരുന്നു അത്രേ. എന്താ പരീക്ഷ? ഗർഭദൃഷ്ടമനുധ്യായൻ. ഗർഭത്തിൽ വെച്ചേ ഭഗവാനെ കണ്ട ആളാണ് ഈ പരീക്ഷത്തെ. ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച് മഞ്ഞപ്പട്ടെടുത്ത് വനമാലയണിഞ്ഞ് ഒരു ഗദയും പിടിച്ചുകൊണ്ട് തൻ്റെ മുമ്പിൽ തന്നെ രക്ഷിച്ചുകൊണ്ട് കാത്തരുളുന്നതായ പ്രഭുവിനെ കണ്ട ആളല്ലേ. ആ രൂപം പരീക്ഷത്തിൻ്റെ ഉള്ളിൽ നല്ലോണം ഉണ്ട്. ഇപ്പം എത്ര ഒരു മഹാനാണ് ഈ പരീക്ഷത്ത് ആലോചിച്ച് നോക്കൂ.
ജനിക്കണേന്ന് മുമ്പ് ഭഗവത് ദർശനം കിട്ടിയ ആളല്ലേ. പുറത്തു വന്നപ്പോൾ ആ രൂപം ഉള്ളിലുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും കാണുമ്പോൾ ഇതാണോ അത്, ഇതാണോ ആ രൂപം, ഇതാണോ ആ രൂപം, ഇങ്ങനെ പരീക്ഷിക്കും. ഇത്ര തിരയോ ത്രയന്തം നൈതി യഥാർത്ഥത്തിലെ മാർഗം ഇതല്ലാന്ന്. അതുകൊണ്ടാണ് അത്ര പരീക്ഷത്തെന്ന് പേര് വന്നതേ. ആട്ടെ, ഈ കുട്ടി എല്ലാ സൽഗുണങ്ങളെ കൊണ്ടും മഹാത്മാവായി ഇരുന്ന പറഞ്ഞ ചുരുക്കത്തിൽ. ഓരോ സൽഗുണങ്ങളെ കൊണ്ട് അന്ന് ഓരോ മഹാന്മാരുണ്ടായിരുന്നേ. പ്രജകളെ, മക്കളെ അച്ഛൻ പരിപാലിക്കണ പോലെ വേണത്രേ ഭരണാധികാരി രാജാക്കന്മാർ പരിപാലിക്കാൻ. അങ്ങനെയുള്ള രാജാക്കന്മാരിൽ ഇക്ഷ്വാകു രാജാവിനെ കഴിഞ്ഞിട്ട് ഒരു രാജാവ് ഉണ്ടായിട്ടുള്ളത്രേ. അപ്പം പ്രജാപരിപാലനത്തിൽ ഇക്ഷ്വാകുവിനെ പോലെ വാത്സല്യമുള്ളവനാവും. സത്യസന്ധതയിലും ധർമ്മനിഷ്ഠതയിലും ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രനെ പോലെയാവും. ഉശീന രാജ്യത്തെ ശിവിചക്രവർത്തിയമാതിരി വലിയ ദാനശീലനാവും. ദുഷ്യന്തപുത്രനായ ഭരതനെപ്പോലെ തൻ്റെ യശസ്സുകൊണ്ട് ലോകം നിറയ്ക്കും. വില്ലാളി വീരന്മാരിൽ മധ്യമപാണ്ഡവനായ അർജുനനെ പോലെയും കാർത്തവീരനെ പോലെയും വളരെ പ്രശസ്തനായിത്തീരും. സിംഹത്തെപ്പോലെ പരാക്രമശാലിയായിത്തീരും. ഹിമാലയത്തെപ്പോലെ സർവർക്കും സേവ്യനായിത്തീരും. ഭൂമിദേവിയെപ്പോലെ ക്ഷമാമൂർത്തിയായിത്തീരും. ഭഗവാന്റെ അന്തരംഗ ഭക്തനായിത്തീരും. പ്രഹ്ലാദനെപ്പോലെ ഏകാന്ത ഭക്തനാവും. രന്തിദേവനെപ്പോലെ ഉദാരമതിയാവും. യയാതിരാജാവിനെ പോലെ ധർമ്മനിഷ്ഠനാകും. മഹാബലിയെപ്പോലെ സത്യധർമ്മങ്ങളിൽ നിഷ്ഠയുള്ളവനാവും. ഈ വംശത്തിൽ ഇവൻ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്ന മാത്രമല്ല, ഇവരുടെ വംശത്തിൽ അനേകം രാജഋഷിമാരുണ്ടാവും. അനേകം അശ്വമേധാദി യാഗങ്ങളെ കൊണ്ട് ഭഗവാൻ ശ്രീഹരിയെ ആരാധിക്കും. മഹാന്മാരുടെയും ഋഷിമാരുടെയും ഉപദേശമൊക്കെ അനുസരിച്ച് ധർമ്മനിഷ്ഠമായി രാജ്യം ഭരിക്കും. എന്തിനേറെ, യുഗപുരുഷനായ കലിയെപ്പോലും കാൽച്ചോട്ടിൽ ഒതുക്കും ഈ കുട്ടി, അടക്കും കലിയെപ്പോലും. ഇങ്ങനെ ഈ കുട്ടിയുടെ നന്മകൾ മുഴുവൻ അങ്ങനെ വർണ്ണിച്ചപ്പോൾ മഹാരാജാവിന് വലിയ സന്തോഷം. അപ്പം നല്ലത് മാത്രമായിട്ട് ഒരു ജാതകം ഉണ്ടാവില്ല അല്ലേ. മനുഷ്യനായി പിറക്കുമ്പോൾ പുണ്യം പാപമൊക്കെ ഉണ്ടാവും. ഒരു കാലത്ത് കുറേ കഷ്ടപ്പാടുണ്ടാവും, മറ്റൊരു കാലത്ത് നല്ലത് വരും. മാറി ഉണ്ടാവും, ഒന്നും മാത്രമായിട്ടുണ്ടാവില്ല. അപ്പോൾ ധർമ്മപുത്രൻ ചോദിച്ചു, ഈ ജാതകത്തിൽ ദോഷങ്ങളൊന്നുമില്ലേ? ദോഷങ്ങളപ്പോൾ ആർക്കാ കേൾക്കാൻ മോഹം ഉണ്ടാവുക? കൈനോട്ടക്കാരുടെ അടുത്ത് പോയാൽ നല്ലതല്ലേ പറയാ ശരിയല്ലേ? അതുപോലെയാണ്, നല്ലത് മാത്രമേ ഇവർ പറയുള്ളൂ, എന്നാലേ അവർക്ക് നാളും ദക്ഷിണയും കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒളിച്ചു വയ്ക്കാൻ പാടില്ലല്ലോ. അവസാനം ഒരു ബ്രാഹ്മണ ശാപം ഉണ്ടാവും. ആ ശാപം കൊണ്ട് തക്ഷകൻ കടിച്ചിട്ടാണ് ഈ കുട്ടിക്ക് മരണം ഉണ്ടാവുക. അത് കേട്ടപ്പോൾ മഹാരാജാവ് ധർമ്മപുത്രനാകെ മനസ്സിന് അസ്വസ്ഥയായി. ഈ മഹർഷിമാരെ സേവിച്ച് മാത്രം ശീലമുള്ള തൻ്റെ വംശം മഹർഷിയെ അപമാനിക്കുക, എന്നിട്ട് ശാപം വാങ്ങുക, എന്നിട്ടോ പാമ്പ് കടിയേറ്റൊരു ദുർമരണം ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത്. പക്ഷേ മഹർഷിമാർ പറഞ്ഞു, രാജൻ, ഈ ശാപം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാകും. നശ്വരങ്ങളായ പ്രപഞ്ച വിഷയങ്ങളിൽ വിരക്തനാകാനും ശാശ്വതനായ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സർവാത്മന ശരണമടയാനും ഈ ശാപം കാരണവും. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ഗംഗാതീരത്ത് വന്ന് ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന ഈ കുട്ടിയെ അനുഗ്രഹിക്കാൻ സാക്ഷാൽ യോഗീശ്വരേശ്വരനായ ശുഖബ്രഹ്മർഷി എഴുന്നള്ളും. ആ ശുഖബ്രഹ്മർഷിയിൽ നിന്ന് ഭാഗവതം കേട്ട് ഭഗവത് തത്വത്തിൽ മനസ്സുറപ്പിച്ച് ജീവൻ മുക്തനായി ഈ ദേഹത്തെ വെടിയും പരീക്ഷത്തിനെ തക്ഷകൻ വന്ന് കടിക്കുമ്പോഴേക്കും അദ്ദേഹം ഭഗവത്പദം പ്രാപിച്ചു കഴിയും. ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ധാരാളം സമ്മാനങ്ങൾ കൊട്ടവരെ പറഞ്ഞയച്ചു. പിന്നീട് പല വിശേഷ സംഭവങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. വിതുരൻ തീർത്ഥയാത്രയ്ക്ക് പോയ അദ്ദേഹം തിരിച്ചു വന്നു. മാണ്ഡവ്യ മഹർഷിയുടെ ശാപം കൊണ്ട് യമധർമ്മ മഹാരാജാവിൽ 100 വർഷം ഭൂമിയിൽ മനുഷ്യനായി പിറക്കേണ്ടി വന്നു. അദ്ദേഹമാണ് ഈ വ്യാസൻ്റെ പുത്രനായി ജനിച്ച് ദാസിയിൽ ജനിച്ച ഈ വിതുരൻ. ആ വംശത്തിലെ ഏറ്റവും വലിയ മഹാത്മാവ്, ഭാഗവതോത്തമൻ, ധർമ്മനിഷ്ഠൻ, എല്ലാ യോഗ്യതകളുള്ള മഹാത്മാവാണ് അദ്ദേഹം. ആ വംശത്തെ രക്ഷിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു, യുദ്ധമുണ്ടാക്കാതിരിക്കാൻ നോക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദുര്യോധന് കർണകഠോരമായിട്ടാണ് അനുഭവപ്പെട്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി മധ്യസ്ഥ പറയാൻ വന്നു, ദൂത് പറയാൻ വന്നു. ഭഗവാനെപ്പോലും അവഹേളിച്ചു, പിടിച്ചു കെട്ടാൻ ആക്ഷേപിച്ചു. ഇങ്ങനെയൊക്കെ ആജ്ഞാപിച്ചവനാണ് ദുര്യോധനൻ. അവസാനം ഭഗവാന്റെ വിശ്വരൂപം കാണിച്ച് ഭഗവാൻ മടങ്ങിപ്പോയി. അന്ന് രാത്രി ധൃതരാഷ്ട്ര മഹാരാജാവിന് സമാധാനം ഇല്ലാണ്ട്, ഉറക്കമില്ല. ഭഗവാന്റെ വിശ്വരൂപം ജന്മനാ അന്ധനായ ആ ധൃതരാഷ്ട്രന് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കാണാൻ സാധിച്ചുത്രേ. ഈ കൃഷ്ണൻ ആരെന്ന് നല്ലോണം മനസ്സിലായതോടുകൂടി ഈ കൃഷ്ണനെതിരായിട്ട് പ്രവർത്തിക്കുന്ന തൻ്റെ വംശം നശിക്കും നല്ല ബോധ്യം വന്നപ്പോഴോ ഉറക്കമില്ല, സമാധാനമില്ല. സമാധാനിപ്പിക്കാൻ വിതുരനെ ആളയച്ച് വരുത്തി. വിതുരൻ ഇദ്ദേഹത്തിന് രാജനീതി ഉപദേശിച്ചു.